നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ കോംപ്ലിമെൻ്ററി സബ്ജക്റ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസിൻ്റെ സെക്കൻഡ് സെമസ്റ്ററിലെ ഒരു പോർഷനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതാണ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു 9-10 ഫീച്ചേഴ്സ് ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് എഴുതി വെച്ചാൽ മാത്രം തന്നെയും അത്യാവശ്യം നല്ല മാർക്ക് കിട്ടും. പിന്നീട് ഈ ഒരു 9 പോയിൻറ്റ്സും അല്ലെങ്കിൽ ഒരു 10 പോയിൻറ്റ്സും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുമ്പോൾ ആയിരിക്കും പിന്നീട് കൂടുതൽ മാർക്ക് കിട്ടുക. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഇത് ഉറപ്പായിട്ടും വരുന്ന ഒരു ചോദ്യം കൂടെ ആയിരിക്കും. ഇത് അങ്ങനെ ഒഴിവാക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത നമുക്ക് ഷുവറായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഇത്. സോ മൂവിങ് ഓൺ ടു ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. വളരെ വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഉള്ളത്. ഈ ലോകത്തിലേക്ക് തന്നെ വെച്ച് ഏറ്റവും വലിയ വേൾഡ്സ് ലാർജസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് 395 ആർട്ടിക്കിളും അതുപോലെ തന്നെ 12 സ്കെഡ്യൂൾസും ആണ് ഉള്ളത്. അപ്പം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗങ്ങളാണ് പറയുന്നത്. 395 ആർട്ടിക്കിളും 12 സ്കെഡ്യൂൾസും. അങ്ങനെയാണ് ഇത് ലോകത്തിലേക്ക് തന്നെ ഏറ്റവും മികച്ച അല്ലെ ഏറ്റവും വലിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് മാറുന്നത്. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളുടെയൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലുതാണ്. പല രാജ്യങ്ങൾക്കും എഴുതപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. അപ്പോൾ നമ്മുടേതെന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനാണ്, റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യത്യാസവും നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 1951 തൊട്ട് നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 90 ആർട്ടിക്കിൾസ് നമുക്ക് 1951 അന്ന് ആ കാലഘട്ടം മുതലേ 90 ആർട്ടിക്കിൾസോളം നമുക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 100 അമെൻമെൻറ്റ്സോളം ആഡ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. പിന്നെ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുകയാണ് അങ്ങനെ വലിയ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. അപ്പം ഏറ്റവും ആദ്യം പറയുക ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇപ്പോൾ പറയേണ്ട കാര്യങ്ങൾ 395 ആർട്ടിക്കിളും 12 സ്കെഡ്യൂൾസും ഉണ്ട്. അങ്ങനെയാണിത് ലോകത്തിലേക്കും ഏറ്റവും വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷനായി മാറുന്നത് എന്ന് പറഞ്ഞു എഴുതുക. പിന്നീട് അടുത്തത് പറയുന്നത് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ എന്നുള്ള ഒരു സ്പെഷ്യാലിറ്റി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്. എന്തുകൊണ്ടാണ് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതേസമയം നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഫ്ലെക്സിബിളാണ്, നമുക്ക് കുറച്ച് അയവ് വരുത്താവുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനുമാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് വളരെ ഡൗട്ട് തോന്നും അതെന്തുകൊണ്ടാണ് അങ്ങനെയാണ്. നമ്മളുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് ഒരു ബാലൻസ് കൊണ്ടുവന്നിരിക്കുകയാണ്. കട്ടിയുള്ളതുമാണ് എന്നാൽ ഭയങ്കര കട്ടിയുള്ളതും അല്ല, അങ്ങനത്തെ ഒരു ബാലൻസ് ഇതിന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാനുള്ള ഒരു എക്സാമ്പിൾസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നമ്മൾക്ക് അമെൻമെൻറ്റ്സ് ഉണ്ടല്ലോ, ചില പുതിയ നിയമങ്ങൾ കൊണ്ടുവരാനോ അല്ല പുതിയൊരു അമെൻമെൻറ്റ് കൊണ്ടുവരാനോ ഒക്കെ വേണ്ടിയിട്ട് ചിലപ്പം പാർലമെൻറ്റിലെ ഒരു 2/3 മെജോറിറ്റി മെമ്പേഴ്സിൻ്റെ ഒരു അനുവാദം മാത്രം മതിയായിരിക്കും. പാർലമെൻറ്റിൽ 2/3 മാത്രം മതി, ഒത്തിരി ആൾക്കാരൊന്നും തരണ്ട. ഇത്ര ഒരു കുറച്ച് മെമ്പേഴ്സിൻ്റെ മാത്രം ഒരു വോട്ടോ മജോറിറ്റിയോ മാത്രം കിട്ടിയാൽ മതി. അതായത് ഒരു 50% ഒക്കെ കിട്ടിയാൽ മതി. എന്നാൽ മറ്റ് ചില പ്രൊവിഷൻസ് അമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മജോറിറ്റി വോട്ട് കിട്ടണം വിത്ത് ഹാഫ് ഓഫ് ദ ടോട്ടൽ സ്റ്റേറ്റ്സ് റാറ്റിഫൈങ് ദം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ പാർലമെൻറ്റിലുള്ള മജോറിറ്റി ആൾക്കാരുടെ മാത്രം കിട്ടിയാൽ പോരാ, നമ്മളുടെ ഇന്ത്യയിലുള്ള ഒരു പകുതിയോളം സ്റ്റേറ്റ്സും അതിനെ അനുകൂലിക്കണം. അങ്ങനെ എല്ലാവരുടെയും ഒരു മജോറിറ്റി കിട്ടിയെങ്കിൽ മാത്രമേ ചില ലോസ് പാസ്സാക്കാൻ പറ്റൂ. അപ്പം നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി. ചിലതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് പാസ്സാക്കാൻ പറ്റും. ചില ലോസ് ഒരുപാട് കടമ്പകൾ കടന്ന് മാത്രമേ പാസ്സാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ എന്നുള്ള ഈ ഒരു പോയിൻറ്റിനകത്ത് വരുന്ന
കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനാണ്, അതുപോലെ തന്നെ റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ ആണ്. പിന്നീട് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെൻ്ററി സിസ്റ്റമാണ് നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ പാർലമെൻ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്കൊരു അപ്പർ ഹൗസും ലോവർ ഹൗസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ തന്നെ അത് സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മളതൊരു ബ്രിട്ടീഷ് പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആണ് നമ്മൾ അവിടെ നിന്നാണത് കടമെടുത്തിരിക്കുന്നത്. അപ്പം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാര്യം നമുക്കറിയാം, അവർക്കൊരു പാർലമെൻ്ററി സിസ്റ്റമാണ്. അതുപോലെ നമ്മളും എടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എക്സിക്യൂട്ടീവ്സ് ഉണ്ടല്ലോ, നമ്മൾ സെലക്ട് ചെയ്തിടുന്ന നമ്മളുടെ MLA, നമ്മൾ അങ്ങനെ ഓരോ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്ത് വിടുമല്ലോ. അപ്പോൾ അവരെല്ലാവരും തന്നെ നമ്മുടെ ലെജിസ്ലേച്ചറിൻ്റെ മെമ്പേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ലെജിസ്ലേച്ചറിനും അല്ലെ നമ്മുടെ ഒരു കൗൺസിൽ ഓഫ് മെമ്പേഴ്സിനും ഒക്കെ ഉണ്ടാവുക. അവരെല്ലാവരും കൂടെ നമ്മുടെ പാർലമെൻറ്റിൽ ഒരു ലോ പാസ്സാക്കുക, അല്ലെ എന്തൊരു ബില്ലായാലും അവരെല്ലാവരും കൂടെ ചേർന്ന് എല്ലാവരും വോട്ട് ചെയ്താണ് പാസ്സാക്കുന്നത്. പിന്നെ അതുപോലെ പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ വേറൊരു കീ ഫാക്ടറാണ് മജോറിറ്റി വോട്ട് ലഭിക്കുന്ന പാർട്ടി ഏതാണോ ആ പാർട്ടി ആയിരിക്കും നമ്മളെ ഭരിക്കുക. നമ്മൾ കാണുന്നതാണ് നമ്മളുടെ ഇലക്ഷനൊക്കെ, ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന പാർട്ടി നമ്മളെ ഭരിക്കുന്നതായിരിക്കും. പിന്നീട് അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്ററോ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററോ ആയിരിക്കും ലീഡർഷിപ്പ് ചെയ്യുക. അതായത് സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ചീഫ് മിനിസ്റ്റർ, നമ്മളുടെ ഓരോരോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിമാരും, അതുപോലെ തന്നെ ഇന്ത്യ ടോട്ടലായിട്ട് എടുത്തു കഴിയുമ്പോഴത്തേക്കിന് പ്രൈം മിനിസ്റ്ററും ആയിരിക്കും റൂൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ലോക്സഭയും രാജ്യസഭ അങ്ങനെ 2 ഹൗസസ് ഉണ്ട്. പിന്നെ ഗവൺമെൻറ്, ഒരു ക്യാബിനറ്റ് ഫോം ഓഫ് ഗവൺമെൻറ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാർലമെൻ്ററി സിസ്റ്റത്തിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഫെഡറൽ ഫീച്ചേഴ്സും ഉണ്ട്. പക്ഷെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫെഡറൽ ഗവൺമെൻറ് അല്ല, എന്നാൽ കുറച്ച് ഫെഡറൽ ഫീച്ചേഴ്സും ഉണ്ട്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ DPSP എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ പ്രസൻസ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് DPSP എന്ന് പറയും. ഇപ്പം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൗലിക അവകാശങ്ങൾ. ആൻഡ് DPSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് എന്നാണ് പറയുക. അപ്പോൾ ഇതിനെ വേണം നിങ്ങൾക്ക് 2 പോയിൻ്റായിട്ട് എഴുതാം, അല്ലെങ്കിൽ 1 പോയിൻ്റായിട്ടും പറയാം. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ മൗലിക അവകാശങ്ങൾ, റൈറ്റ് ടു വോട്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാമാണ് നമ്മളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇത് ഇത്രയുമാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ ഒരു 6 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്താണ് ഈ റൈറ്റ് ടു ഇക്വാളിറ്റി, അതായത് ഒരു സമത്വം, റൈറ്റ് ടു ഫ്രീഡം, എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം, റൈറ്റ് എഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, നമ്മളെ ചൂഷണം ചെയ്യുന്നൊക്കെയില്ല, അതിന് എഗൻസ്റ്റ് ആയിട്ട് നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു അവകാശമുണ്ട്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, നമുക്ക് ഇഷ്ടമുള്ള ഒരു മതം അതിൽ വിശ്വസിക്കാനുള്ള ഒരു അനുവാദം നമുക്കുണ്ട്, എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ റൈറ്റ്, നമുക്കിഷ്ടമുള്ള നമുക്ക് ഏത് പഠനം വേണമെങ്കിലും സ്വീകരിക്കാനുള്ള അവകാശവും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്നുണ്ട്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അതിലേക്കുള്ള റൈറ്റും നമുക്ക് കിട്ടുന്നുണ്ട്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് വലിയൊരു ടോപ്പിക്കാണ്. അത് സെപ്പറേറ്റ് ആയിട്ട് ഞാനിനി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ബട്ട് ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ അടുത്ത പോയിൻ്റായിട്ടുള്ള DPSPയിലേക്ക് നമുക്ക് പോകാം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ള ഈ ഒരു ഭാഗത്തിലേക്ക് പോവാണ്. അപ്പം നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ ഈ ഒരു പോളിസീനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു
വളരെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറായിട്ട് തന്നെയാണ് പറയുന്നത്. ഇനി DPSP കുറിച്ച് പറയുകയാണ്, അത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെയൊക്കെ ആ ഒരു കുറേ പോളിസികളുണ്ടല്ലോ, അപ്പം അതിനകത്ത് വരുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പം ഈ ഒരു DPSP എന്ന് പറയുന്നത് നമുക്ക് ഒരു കോർട്ടിനും സ്റ്റേറ്റിന് മേലെ ഇങ്ങനെ ലോയിലൂടെ ഒരു നിയമത്തിലൂടെ അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റിനും അത് ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരാൻ പറ്റുന്നൊരു കാര്യമില്ല. ഇപ്പോൾ സ്റ്റേറ്റ് ചെന്നിട്ട് കോർട്ടിനോട് പറയുകയാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു കാര്യം വേണം, ഞങ്ങൾക്കത് നിയമത്തിലൂടെ തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ടിനും അത് തരാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ കോർട്ടിന് ഒരു സ്റ്റേറ്റിനെ ഈ ഒരു കാര്യത്തിൽ ഫോഴ്സ് ചെയ്യാനും പറ്റത്തില്ല. ഇനിയും ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എപ്പോഴും ഒരു സ്റ്റേറ്റിൻ്റെ വെൽഫെയർ അത് നന്നായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. സ്റ്റേറ്റിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് ആണ് ഈ ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, നമ്മൾ ഓരോ സ്റ്റേറ്റിനും കാര്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ഓരോ മെറ്റീരിയൽസൊക്കെ നൽകുമല്ലോ എല്ലാ സ്റ്റേറ്റിനും. അപ്പോൾ ഒരുപോലെ തന്നെ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ നടത്തണം. റിസോഴ്സസ് എല്ലാം നമ്മൾ ഓരോ കമ്മ്യൂണിറ്റിക്കോ അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിനോ ഒക്കെ കൊടുക്കുമ്പോൾ അത് എപ്പോഴും പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ തന്നെ നടത്തണം. പിന്നെ നമ്മുടെ എല്ലാ സിറ്റിസൺസിനും ഈ ഒരു ജനതയ്ക്ക് മുഴുവൻ തന്നെ അവർക്ക് ജീവിക്കാനുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ വിതരണം കറക്റ്റായിരിക്കണം. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ മെറ്റീരിയൽസ് നമ്മളുടെ അല്ലെങ്കിൽ മെറ്റീരിയൽ റിസോഴ്സസൊക്കെ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണം. പിന്നെ ഈ ഒരു മണി ഉണ്ടല്ലോ, ഈ ഒരു സമ്പത്ത് ഒരിടത്ത് തന്നെ കൂടിക്കൂടി വരുന്നത്. ഇപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് എന്നുള്ള ഒരു കാര്യം ഇല്ലാതാക്കാൻ നോക്കേണ്ടതും DPSPയുടെ ജോലിയാണ്. അപ്പോൾ DPSP ആണ് അത് പ്രിവെൻറ്റ് ചെയ്യേണ്ടത്. വെൽത്ത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റണം. ഇപ്പോൾ സമ്പത്ത് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ വലിയ വലിയ മുതലാളിമാരുടെ അടുത്ത് മാത്രം ആവാതെ അത് പാവങ്ങളിലേക്കൂടെ എത്തണം. അല്ലെന്നുണ്ടെങ്കിൽ പാവങ്ങൾക്ക് ഇവിടെ ജീവിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കുമല്ലോ. അപ്പം ഈ ടാക്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ സമ്പാദിക്കുന്നതിനനുസരിച്ചുള്ളൊരു ടാക്സും കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈക്വൽ പേ, ആണിനായാലും പെണ്ണിനായാലും ഒരേ വർക്കാണ് അവർ ചെയ്തതെന്നുണ്ടെങ്കിൽ അവർക്ക് ഈക്വൽ പേ കൊടുക്കണം. ഇതൊക്കെ DPSPക്കകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മളുടെ വർക്കേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതായത് അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ നൽകത്തില്ല, അതുപോലെ തന്നെ അവരുടെ സ്ട്രെങ്ത്തും വെൽത്തും ഹെൽത്തും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഫോഴ്സ് ചെയ്ത് ഡ്യൂട്ടി വർക്ക് ചെയ്യിപ്പിക്കുക. ചിലപ്പം ചില ജോലികളെന്നൊക്കെ പറയുന്നത് ചിലപ്പം നമുക്ക് ആരോഗ്യപരമായിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ചില അസുഖങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ജോലികളിൽ നമുക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പം ഈ പെട്രോളിയം അങ്ങനത്തെയൊക്കെ കുറേ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറേ ജോലികളൊക്കെ ഉണ്ടല്ലോ. അപ്പം ചിലത് നമുക്ക് വളരെയധികം അസുഖങ്ങൾ, ഈ ഫാക്ടറി വർക്കൊക്കെ മെയിനായിട്ട് അസുഖങ്ങൾ ക്രിയേറ്റ് ചെയ്യാവുന്നൊക്കെ തരത്തിലുള്ള ജോലികളാണ്. അപ്പം അങ്ങനത്തെ ജോലികളിലൊക്കെ നമ്മളെങ്ങനെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോകുന്ന ചെയ്യൽ. പ്ലസ് അങ്ങനത്തെ ജോലികളൊക്കെ വരുമ്പോൾ നമുക്കൊരു ഹെൽത്ത് പരമായിട്ടൊക്കെ എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷനും ഒക്കെ കൊടുത്തിരിക്കണം. അതുപോലെ കുട്ടികളുടെ ഒരു പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ, അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഈ ഒരു DPSPക്കകത്ത് വരുന്ന ഒരു കാര്യമാണ്. DPSP ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധമുള്ള കാര്യമാണ്. ഇത് പറഞ്ഞാൽ ഇവിടെ എങ്ങും തീരത്തില്ല. DPSP നമ്മുടെ എഡ്യൂക്കേഷണൽ, നമ്മളുടെ വിദ്യാഭ്യാസം ഉണ്ടല്ലോ, ആ മേഖലയുമായിട്ട് ഒരുപാട് അവിടെയും ഉണ്ട്, കുറേ പോളിസീസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് ഈ DPSPക്ക്. അങ്ങനെ കുറേ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ DPSP എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തായാലും കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം DPSPനെ കുറിച്ച് ഇനി എടുത്തു പറയുമ്പോൾ അതും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ
അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് നോക്കുമായതുകൊണ്ടാണ് അതും ഇപ്പോൾ ചുരുക്കി പറയുന്നത്. എന്താണ് DPSP എന്ന് മനസ്സിലാക്കാൻ എന്നുള്ള നിലയ്ക്ക് മാത്രം പറയുന്നതാണ്. DPSPനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ ഏതെങ്കിലും പരമോന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിലൊക്കെ എത്തിപ്പെടാനും പറ്റത്തുള്ളൂ. ഇപ്പോൾ എന്താണ് രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണെങ്കിലും ഒക്കെയും നമ്മൾ നമ്മുടെ ഇന്ത്യയുടെ സിറ്റിസൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇലക്ഷനിലും ഒക്കെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണപരമായിട്ടുള്ള എന്ത് കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലിയാണെങ്കിൽ പോലും നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ തന്നെയാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ്. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പോലെ തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ രാജ്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് തന്നെയാണ് ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനകത്ത് വരുന്നത്. അതിനകത്ത് കുറേ പോയിൻറ്റ്സ് ഉണ്ട്. ബട്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ അനുസരിക്കുക, അതിനെ റെസ്പെക്റ്റ് ചെയ്യുക, അതുപോലെ നമ്മുടെ നാഷണൽ ഫ്ലാഗിനെ റെസ്പെക്റ്റ് ചെയ്യുക, നമ്മുടെ നാഷണൽ ആന്തം ഉണ്ടല്ലോ അതിനെ റെസ്പെക്റ്റ് ചെയ്യുക, പിന്നെ നമ്മളുടെ കൺട്രിക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക, അതിനെ ഡിഫെൻഡ് ചെയ്യുക, വേറെ കൺട്രിക്കെതിരെ മറ്റു രാജ്യങ്ങളൊക്കെ വരുമ്പം അതിനെ ഡിഫെൻഡ് ചെയ്യുക. നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, നമ്മളുടെ രാജ്യത്തിന് ദോഷം വരാത്ത കാര്യങ്ങളെല്ലാം നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ വരുന്നതാണ്. നമ്മളുടെ രാജ്യത്തെ സംരക്ഷിക്കുക, അതിൻ്റെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുക, നമ്മുടെ സേഫ് ഗാർഡ് ചെയ്യുക നമ്മുടെ കാര്യങ്ങളൊക്കെ. അങ്ങനെ കുറേ പോയിൻറ്റ്സ് ഉണ്ട്. അതും ഇതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് പറയാവുന്നതാണ്. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി ഉണ്ട് നമുക്ക്. നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പാർലമെൻറ്റിൽ നിന്നും ഒക്കെ വളരെ വേർപെട്ട് നിൽക്കുന്ന ഒരു ജുഡീഷ്യറിയാണ് നമുക്കുള്ളത്. ഇപ്പോൾ ഈ ഒരു ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ കീഴിലൊന്നും വരുന്ന ഒരു ഇതല്ല, അല്ല പാർലമെൻറ്റ് പറയുന്ന അനുസരിക്കണം അങ്ങനെയൊന്നുമില്ല. അതൊരു പെർഫെക്റ്റ് ബാലൻസാണ് നമുക്ക് ഈ പാർലമെൻറ്റിനായാലും ജുഡീഷ്യറിക്കായാലും ഉള്ളത്. നമ്മുടെ ജുഡീഷ്യറി വളരെ സുപ്രീമാണ്. അതുപോലെ തന്നെ പാർലമെൻറ്റിനും അതിൻ്റേതായ പവേഴ്സും ഉണ്ട്. ഇനിയിപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പാർലമെൻറ്റിൽ ചേർന്നിപ്പോൾ എന്തെങ്കിലും ഒരു ലോ പാസ്സാക്കുകയാണ്. അപ്പോൾ ആ ഒരു ലോ ശരിയല്ല എന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കേസ് കോർട്ടിലേക്ക് പോവുകയാണ്, കോർട്ട് ഇല്ല ഇത് നമ്മളുടെ ഭരണഘടനയ്ക്ക് എതിരാണ് എന്ന് നമ്മളുടെ കോടതി വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര പാർലമെൻറ്റ് കൂടി എങ്ങനെയൊക്കെ എന്ത് തീരുമാനം എടുത്താണെങ്കിൽ പോലും അത് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഏറ്റവും അവസാനം കോടതിക്കൊരു പവറുണ്ട്. അപ്പോൾ ആ ഒരു പവർ വഴി പല കാര്യങ്ങളും മാറ്റിമറിക്കാൻ പറ്റും. കോടതി എപ്പോഴും വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഭരണഘടനയിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അത് നോക്കിക്കണ്ട് മാത്രമേ കോടതിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം നമ്മുടെ ഭരണഘടനയിൽ പറയാത്ത ഒരു കാര്യവും ഇവിടെ ചെയ്യാൻ പറ്റില്ല. അതിനെതിരായിട്ട് എന്തെങ്കിലും വന്നാൽ കോടതി അവിടെ ഇടപെടും. അപ്പോൾ കോടതി നമുക്കെന്താ പറയേണ്ടത്, ഒരു വാച്ച്മാൻ ആണെന്ന് പറയാം. എങ്ങനെ നമ്മുടെ ഭരണഘടന എങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഡെമോക്രസി എങ്ങനെയാണ് പോകുന്നത്, ആരെങ്കിലും അതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ആക്ഷൻ എടുക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് നമ്മളുടെ ഈ ഒരു കോർട്ടിന് ഉള്ളത്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുഡീഷ്യൽ റിവ്യൂ ആണ്. അപ്പോൾ ഈ ഒരു ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. കോടതിയുടെ പുനരവലോകനത്തിനുള്ള അധികാരം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ജുഡീഷ്യൽ റിവ്യൂവിനകത്തും വരുന്നത്. അതായത് ഏതെങ്കിലും ഒരു നിയമമോ കാര്യങ്ങളോ നമ്മളുടെ പാർലമെൻറ്റോ നമ്മുടെ ഭരിക്കുന്ന പാർട്ടിയോ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, അത് തെറ്റാണെന്ന് കോടതിക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ഭരണഘടനയ്ക്ക് നിരക്കുന്നതല്ലെന്ന് പറഞ്ഞ് അത് തള്ളിക്കളയാവുന്നതാണ്. അപ്പോൾ അതാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ കോടതിക്ക് അങ്ങനെ ഒരു പവറുണ്ട്. ആ ഒരു പവർ വഴി എന്ത് കാര്യങ്ങളും
ഇല്ലാതാക്കാനുള്ള ഒരു ശക്തിയുണ്ട്. അതാണ് ഈ ഒരു ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസിയാണ്. അപ്പോൾ നമ്മൾ വേറെ രാജ്യങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയിലാണെങ്കിൽ ഒരു ജുഡീഷ്യൽ സിസ്റ്റം ആയിരിക്കും സുപ്രീമായിട്ട് നിൽക്കുന്നത്. അല്ലെ ബ്രിട്ടനിലാണെങ്കിൽ പാർലമെൻ്റ് ആയിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും സുപ്രീം. നമ്മുടെ പാർലമെൻറ്റ് എന്ത് കാണിക്കുന്നോ, കോടതി എന്ത് കാണിക്കുന്നോ, കോടതി കാണിക്കുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തുണ്ടോ അത് കണ്ട് തന്നെയാണ്. എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, നമ്മൾക്ക് ഇവരൊന്നുമല്ല സുപ്രീം. നമ്മളുടെ ഏറ്റവും സുപ്രീം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രമേ ഇന്ത്യയിൽ നടക്കത്തുള്ളൂ. അതിനെതിരെ എന്ത് നടന്നാലും നമുക്ക് പറയാനും പ്രവർത്തിക്കാനുമുള്ള അവകാശമുണ്ട്. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫെഡറൽ സിസ്റ്റമാണ്. കുറേയൊക്കെ യൂണിറ്ററി ഫീച്ചേഴ്സും അതിനുണ്ട്. അതായത് ഫെഡറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ഗവൺമെൻറ്റും ഉണ്ട്, നമുക്കൊരു സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഉണ്ട്. ഇതൊക്കെ ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പവറിൻ്റെ ഒരു ഡിവിഷനുണ്ട്. എന്താണ് എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞ ഈ ഒരു 3 ഡിവിഷൻ ഓഫ് പവറുണ്ട്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസി ഉണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യറി ഉണ്ട്, പിന്നെ നമുക്കൊരു ലോവർ ഹൗസ് ഉണ്ട്, അപ്പർ ഹൗസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ യൂണിറ്ററി ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗവർണേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. അതായത് ഗവർണേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് പ്രസിഡൻ്റ് അപ്പോയിൻ്റ് ചെയ്യുന്നത്? നമ്മളുടെ സെൻറ്റേഴ്സിൻ്റെ എല്ലാവരുടെ ഒരു അഡ്വൈസ് വാങ്ങിയിട്ട് മാത്രമാണ് ഗവർണറിനെ പ്രസിഡൻ്റ് അപ്പോയിൻ്റ് ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്താണ് ഫെഡറൽ സിസ്റ്റത്തിൽ വരുന്ന കാര്യമല്ല. അതുപോലെ തന്നെ നമുക്കൊരു സ്ട്രോങ് സെൻറ്ററും ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റും സെൻറ്ററും ഉണ്ട്, 3 ഡിവിഷൻ ഓഫ് പവർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും നമുക്ക് സ്ട്രോങ് ആയിട്ടൊരു സെൻറ്ററുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് മാത്രം അങ്ങനെ എന്തും ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ സെൻട്രൽ ഗവൺമെൻറ്റും ചിലപ്പോൾ പല കാര്യങ്ങളിൽ ഇടപെടും. സെൻട്രൽ ഗവൺമെൻറ്റിന് ഇടപെടാൻ പറ്റുന്ന മേഖലകളുണ്ട്. അപ്പോൾ അതിനകത്ത് സ്റ്റേറ്റ് എന്തെങ്കിലും സ്വയമേ തീരുമാനങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെൻറ് ഇടപെടും. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിന് ഇടപെടാൻ പറ്റാത്ത കുറേ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രോങ് ആയിട്ടൊരു സെൻറ്ററുണ്ട്. ഇതൊക്കെ യൂണിറ്ററി സിസ്റ്റത്തിൽ വരുന്നതാണ്. സ്ട്രോങ് സെൻറ്ററുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഓൾ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ സർവീസസൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കോമൺ ആയിട്ടാണ് വരുന്നത്. പിന്നെ ചില എമർജൻസി സിറ്റുവേഷനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ ഒരു യൂണിറ്ററി ഫോമിലേക്ക് മാറ്റാവുന്നതാണ്. എമർജൻസി അടിയന്തരാവസ്ഥ സമയത്തൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഫോമിലേക്ക് മാറ്റാവുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവർണേഴ്സിനൊക്കെ അപ്പോയിൻ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. അപ്പോൾ നമുക്കൊരു പ്രൈം മിനിസ്റ്ററും ഉണ്ട്, അതുപോലെ ഒരു പ്രസിഡൻറ്റും ഉണ്ട് അല്ലേ. നമ്മൾ അതങ്ങനെ വലുതായിട്ട് ഒരുപാട് രാജ്യങ്ങൾ കണ്ടിട്ടില്ല. ചിലയിടത്ത് ഇപ്പോൾ അമേരിക്കയുടെ ഒക്കെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ പ്രസിഡൻ്റാണ് ഭരിക്കുന്നത്. അപ്പം നമ്മുടെ കാര്യം പറഞ്ഞ പോലെ അവിടെ എങ്ങനെയാണ് പറയുന്നത്? അവിടെയും കുറേ സ്റ്റേറ്റ് ഉണ്ട് അല്ലേ. പക്ഷേ അവിടത്തേക്കാളും വ്യത്യാസം നമുക്കുണ്ട്. അവിടെ ഒരു ഫെഡറൽ സ്റ്റേറ്റാണ്, പക്ഷെ നമുക്ക് കുറച്ചൊക്കെ ഫെഡറൽ ഫോമുണ്ട്. പക്ഷേങ്കിൽ അതുപോലെ തന്നെ യൂണിറ്ററി ഫോമുണ്ട്, നമുക്കൊരു പ്രൈം മിനിസ്റ്ററും ഉണ്ട്, അതുപോലെ തന്നെ പ്രസിഡൻറ്റും ഉണ്ട്. കാര്യങ്ങളൊക്കെ നോക്കി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു പാർട്ടിയുടെ തലവനായിരിക്കും അല്ലേ. ഏത് പാർട്ടി ജയിക്കുന്നോ ആ പാർട്ടിയുടെ തലവനായിട്ടായിരിക്കാം പ്രൈം മിനിസ്റ്റർ വരുന്നത്. പക്ഷേങ്കിൽ പ്രസിഡൻറ്റ് അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എന്താണ് ഒരു പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ മാത്രം എടുത്തു പോകാതിരിക്കാനൂടെ വേണ്ടിയിട്ടായിരിക്കാം അവിടെ ഒരു പ്രസിഡൻറ്റും കൂടെ ഉള്ളത്. അപ്പം അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ പിന്നെയും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്. അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് സോഴ്സസിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എഴുതി തീർത്ത സാധനമല്ല. അത് ഒരു രാജ്യത്തിൽ നിന്ന് മാത്രം എടുത്തതുമല്ല. ഒരുപാട് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കുറേ ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട്, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട്, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഭാഗങ്ങളിൽ നിന്ന് രാജ്യങ്ങളിൽ നിന്നും ഒക്കെ പല ആശയങ്ങൾ കൈക്കൊണ്ടാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയാനുള്ളത്. പിന്നീട് ഈ ഒരു ഓരോ ഫീച്ചേഴ്സിനും ഇപ്പോൾ ആദ്യം പറഞ്ഞ ഈ ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനും റിജിഡും ഫ്ലെക്സിബിളും ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഫീച്ചേഴ്സിനും ഒരുപാട് സബ് ഡിവിഷൻസും കാര്യങ്ങളും പഠിക്കാനുള്ളതായിട്ടുണ്ട്. അതൊക്കെ തന്നെ വേണമെങ്കിൽ ഇപ്പം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണെന്നോ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്താണെന്നോ ഒക്കെ ചോദിച്ച് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ ഒക്കെ വരാവുന്നതാണ്. അപ്പോൾ ഇതിത്രയാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയാനുള്ളത്. ഇപ്പോൾ ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ, പാർലമെൻ്ററി സിസ്റ്റം, presence of fundamental rights and DPSB, single citizenship, fundamental duties, independent judiciary, judicial review, constitutional supremacy. Then a constitution is taken from various sources. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെച്ച് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് മേടിക്കാവുന്നതാണ്. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട്, പൊളിറ്റിക്സിലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. സോ ബൈ.